ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, നമ്മുടെ 5ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പീലിയുടെ ഗ്രാമം, പീലീസ് വില്ലേജ് അല്ലേ. നമ്മൾ ചെറുതായിട്ട് ലൈവൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പീലീസ് വില്ലേജിലെ നമുക്ക് 4 ഫ്രണ്ട്സ് നമ്മുടെ അവരുടെ ഉറ്റ സുഹൃത്ത് അല്ലേ, അതായത് സിറ്റിയിൽ താമസിക്കുന്ന 4 സുഹൃത്തുക്കൾ അവരുടെ ഉറ്റ സുഹൃത്തായ പീലിയുടെ ഗ്രാമത്തിലേക്ക്, വില്ലേജിലേക്ക് പോകുന്ന ഒരു സ്റ്റോറി ആണല്ലോ അല്ലെ. അപ്പൊ അതില് ഒരു കുട്ടിയുണ്ട്, ചമേലി. അപ്പൊ ചമേലി നമ്മുടെ ഗസ് വർക്കർ അല്ലെ, അവരുടെ പാരൻസ് ഗസ് വർക്കറാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് എന്ത് മക്കളെന്നറിയോ, അതായത് ആരാണ് ഈ ഗസ് വർക്കേഴ്സ്. അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം നമ്മുടെ ചമേലി കേരളത്തിലുള്ള ആളല്ല അല്ലെ. അപ്പൊ അവളുടെ പാരൻസ് നമ്മുടെ കേരളത്തിലേക്ക് ജോലിക്കായിട്ട് വന്ന ആളാണ്. അപ്പൊ ആരാണ് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ, ആരാണ് ഈ ഗസ് വർക്കേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഗസ് വർക്കേഴ്സ് ആർ കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്സ്. അതായത് വേറെ സ്റ്റേറ്റിൽ നിന്ന്, അത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് ജോലിക്കായിട്ട് വരുന്നവരാണ് അതിഥി തൊഴിലാളികൾ അഥവാ ഗസ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. എവിടെ നിന്നൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഗസ് വർക്കേഴ്സ് വരാറുള്ളത്? മോസ്റ്റ് ഓഫ് ദം കം as ഫാമിലീസ് ഫ്രം ദ സ്റ്റേറ്റ്സ് ഓഫ് ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. അത് മറന്നു പോരുത് കേട്ടോ. ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ their children are being educated in public schools in Kerala. അവരുടെ കുട്ടികൾ കേരളത്തിൽ തന്നെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് അല്ലെ. Thus ചമേലി is also studying in Kerala. നമ്മുടെ സുഹൃത്തായിട്ടുള്ള അല്ലെ, പീലിയുടെ സുഹൃത്തായിട്ടുള്ള ചമേലി കേരളത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. ചമേലി calls her mother and father മാ എന്നും പപ്പ എന്നുമാണ് വിളിക്കുന്നത് അല്ലെ. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഗസ് വർക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലേക്ക് ജോലിക്ക് വരുന്ന അതിഥി തൊഴിലാളികളാണ്. ഗസ് വർക്ക് അല്ലെ, അതിഥി തൊഴിലാളികളാണ്. അതായത് ഗസ് വർക്കേഴ്സിന്റെ മീനിങ് ആണ് അതിഥി തൊഴിലാളികൾ. അവർ മെയിൻ ആയിട്ട് എവിടെ നിന്നാണ് വരാറുള്ളത്? ആസാം, ബീഹാർ, അതുപോലെ വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ് അല്ലെ, ഇവിടങ്ങളിൽ നിന്നാണ് സാധാരണ ഈ ഗസ് വർക്കേഴ്സ് നമ്മുടെ കേരളത്തിലേക്ക് വരാറുള്ളത്. ഇവരുടെ കുട്ടികളൊക്കെ നമ്മുടെ കേരളത്തിലെ തന്നെ പബ്ലിക് സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കുക. അപ്പൊ പീലിയുടെ ഗ്രാമത്തിലുള്ള നമ്മുടെ ചമേലിക്കുട്ടി യെസ്, അവളുടെ പാരൻസും നമ്മുടെ കേരളത്തിലേക്ക് വന്ന ഗസ് വർക്കേഴ്സ് ആണ്. അപ്പൊ അതാണ് അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നത്. അപ്പൊ പീലിയുടെ ഗ്രാമത്തിന്റെ ലൈവ് നമ്മൾ ബാക്കി എന്തായാലും പബ്ലിക് ലൈവിൽ നമ്മൾ സെറ്റാക്കി പഠിക്കും. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യുക. പെട്ടെന്ന് തന്നെ എല്ലാ ചാപ്റ്റേഴ്സും ഒക്കെ പഠിച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഈ ഒരു ചോദ്യം മറന്നു പോകണ്ട. ആരാണ് ഈ ഗസ് വർക്കേഴ്സ്, ആരാണ് അതിഥി തൊഴിലാളികൾ എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കുക. മെയിൻ ആയിട്ട് അതിഥി തൊഴിലാളികൾ എവിടെ നിന്നൊക്കെയാണ് വരാറുള്ളത്, ആ ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം നമ്മുടെ ഒരു ക്യാരക്ടർ, ചമേലി എന്ന് പറയുന്ന ക്യാരക്ടർ കേരളത്തിലുള്ള ആളല്ല, അവളുടെ നാറ്റീവ് ആസാം ആയിരുന്നു അല്ലെ. കാരണം അവൾ ഇവിടേക്ക് കേരളത്തിലേക്ക് വന്നതാണ്, അവളുടെ പാരൻസിന്റെ കൂടെ വന്നതാണ് ചമേലി. അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ ഗൈസ്.